ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗാണ്. ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് മുത്തപ്പന് പൈൻകുറ്റി വയ്ക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ നോക്കുകയാണ്. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. ഒരു 6 മണി ആകുമ്പോഴേക്കും നമുക്ക് ക്ഷേത്രത്തിലെത്തണം. അപ്പോൾ വേഗം തന്നെ ഞാൻ റെഡിയായിട്ട് വരാം. അതിൻ്റെ ഒരു ചെറിയ വ്ലോഗാണ്. അത് കഴിഞ്ഞ് നമ്മൾ മാമാനത്തെ അമ്പലത്തിലും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ വിളക്കൊന്നും വെച്ചിട്ടില്ലായിരുന്നു. വിളക്കൊക്കെ വെക്കാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. ഈ ഒരു നേർച്ച അമ്മയുടെ വകയാണ്. എനിക്ക് കുഴൽക്കിണർ അടിച്ച സമയം വെള്ളം കണ്ടു കഴിഞ്ഞാൽ മുത്തപ്പന് പൈൻകുറ്റി വയ്ക്കുക എന്നുള്ളത് അമ്മ അപ്പോഴേ നേർന്നതായിരുന്നു. പക്ഷേ തിരക്കുകൾ കൊണ്ട് ഇത് വയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് വന്ന് വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലമായിട്ട് നീട്ടി വെച്ചത്. അങ്ങനെ ഇന്നാണ് നമ്മൾ അതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ചുറ്റോടും വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ പൈൻകുറ്റി വയ്ക്കുന്നത്. അങ്ങനെ പൈൻകുറ്റിയൊക്കെ വെച്ചു. അതിന്റെ നിർമ്മാല്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കടലിയും ഉണക്കും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നിർമ്മാല്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മാമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മധു ബാലകൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത്രയും പാവായ ഒരു ജാടയില്ലാത്ത മനുഷ്യനാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലായത്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നേരിട്ട് ആ ഒരു പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ഓർമ്മ എനിക്കില്ലായിരുന്നു. അദ്ദേഹത്തെ കണ്ട ആ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം വരെയും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.